ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിൽക്കുന്നത് കുഴിപ്പള്ളത്തുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. പലരും യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് വന്നിട്ടുള്ളത്. മോങ്കുട്ടനും എവിടെ മോങ്കുട്ടനുണ്ട്, അമ്മയും കുട്ടപ്പനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എനിക്ക് കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഒരു മാവ് പ്ലാവൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് മാവും പ്ലാവും ഒക്കെ വാങ്ങിക്കുന്നതിനേക്കാളും അമ്മ ഒരുപാട് ദിവസമായിട്ട് പറയുന്നതാണ് ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വരണം എന്നുള്ളത്. അമ്മ എന്ന് പറഞ്ഞ ഒരു ചെടി ലവറാണ്. അമ്മ എവിടെ പോയാലും എവിടെന്നെങ്കിലും ഒന്ന് രണ്ട് ചെടികളൊക്കെ ഒപ്പിക്കും. അപ്പം അമ്മയ്ക്ക് കുറേ ദിവസമായിട്ട് ഇവിടെ വരണം എന്ന് ആഗ്രഹം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ്. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വരാൻ തീരുമാനിച്ചത്. കൂട്ടത്തിൽ മോങ്കുട്ടനും ചെടികളോടൊക്കെ ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്. അപ്പം അവനും ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. ചിക്കുവിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട്. പക്ഷെ ഇതുവരെ ഞങ്ങൾ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ബൊട്ടാണിക്കൽ ഗാർഡനുകളിൽ ഒന്നാണ് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ. ഏകദേശം 40 ഏക്കർ വിസ്തൃതിയിലാണ് ഈ ഒരു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. 2000-ലധികം വൃക്ഷങ്ങളും സസ്യങ്ങളും കൂടാതെ 500-ലധികം ഔഷധ സസ്യങ്ങളും ഈ ഒരു ഗാർഡനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ ടിഷ്യൂ കൾച്ചറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ടിഷ്യൂ കൾച്ചർ വാഴകൾക്കൊക്കെ ഇവിടെ ഭയങ്കര വില കുറവാണ്. കഴിഞ്ഞ ഡിസംബറിലെ സ്കൂൾ വെക്കേഷനാണ് നമ്മൾ ഗാർഡൻ കാണാനായിട്ട് വന്നത്. ഈ സൈഡിൽ കാണുന്നതൊക്കെ ടിഷ്യൂ കൾച്ചറിലൂടെ ഉണ്ടാക്കിയെടുത്ത വാഴകളാണ്. ഒരു വാഴത്തേക്ക് 15 രൂപ, വെറും 15 രൂപയെ വരുന്നുള്ളൂ. ഈ തൈകളെന്ന് പറയുന്നത് കപ്പവാഴയുടെ തൈയാണ്. കുറച്ചുകൂടെ ഇപ്പുറത്തെ സൈഡിലോട്ട് കാണുന്നതൊക്കെ, അതായത് നീളമുള്ള ഇലകളുള്ളതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഏത്തവാഴയുടെ തൈകളാണ്. ഞാൻ 2 തൈകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഏത്തവാഴയുടെയും ഒരു കപ്പവാഴയുടെയും തൈകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിതിൽ കാണുമ്പം വിചാരിക്കും ഇതങ്ങനെ ഒരുപാടൊന്നും വളരത്തില്ല എന്ന്. പക്ഷെ അത് നന്നായിട്ട് വളരും. സാധാരണ എല്ലാ വാഴകളും വളരുന്ന പോലെ തന്നെ വളരും. വളർന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് എല്ലാ വാഴകൾക്കും സാധാ രീതിയിൽ വരുന്ന വാഴകൾക്ക് വരുന്ന പോലെ സൈഡിൽ നിന്ന് തൈകളൊക്കെ വരും. ഞാനത് വളർന്നിട്ടുള്ള വീഡിയോ A30 വെറൈറ്റിയിൽ വരുന്ന പ്ലാവാണ് നമ്മൾ എടുത്തത്. ഇതൊക്കെ ഞാൻ നേരത്തെ യൂട്യൂബ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം വെറൈറ്റി തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്തു. പിള്ളേരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ആ ചെടികളുടെ ഇടയിൽ കൂടെയൊക്കെ ഓടി നടന്നൊക്കെ. ഇതൊക്കെ എന്തോ ചെടിയമ്മ? ഇത് ആത്തിച്ചക്ക അല്ലേ? ചെടികളൊക്കെ 25 രൂപയാണ് റേറ്റ് വരുന്നത്. കളർ ചെടികളാണ്. ഞാൻ കളർ ചെടി എന്നാണ് പറയണത്. ഇതിനൊക്കെ ശരിക്കും വേറെ പേരുണ്ടാവും. ഇതെല്ലാം ഗാർഡനിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ചെടികളുടെ ഒരു കളക്ഷനാണ്. ഇത് റെഡ് ലേഡി പപ്പായയുടെ തൈകളാണ്. വെറും 15 രൂപയേ ഉള്ളൂ. ഞാൻ ഒട്ടും സർവൈവ് ചെയ്യില്ലോ എന്ന് വിചാരിച്ചതാണ്, പക്ഷേ സർവൈവ് ചെയ്തു. അമ്മയുടെ ഹെൽപ്പറാണ് മോങ്കുട്ടൻ എന്ന് പറയുന്നത്. അമ്മ ഓരോ ചെടികളെടുത്ത് കുറച്ച് ദൂരം അപ്പുറത്ത് പോകുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ കാണും. അപ്പോൾ അത് അമ്മ മാറ്റി എടുക്കുകയാണ്. എടുത്തു വെച്ചതെന്ന് മാറ്റി ഹെൽത്തി ആയിട്ടുള്ള ചെടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. മോങ്കുട്ടന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ പരിപാടി. അവൻ ഇത്രയും ചെടികൾ അങ്ങനെ ഒരുമിച്ച് കണ്ടിട്ടില്ല. 25 രൂപയാണ്. അമ്മയുടെ ഒന്ന് വിത്ത് കിട്ടൂടെ? ചെടികൾ ഇതൊക്കെ കണ്ട ഇവയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടാ? ഇതൊക്കെ എത്ര രൂപ മക്കളെ? ഇവർ 2 പേരുമാണ് അമ്മയ്ക്ക് ചെടി നടാനൊക്കെ സഹായിക്കുന്ന ആൾക്കാർ. വെള്ളം ഒഴിക്കാൻ സഹായിക്കും. അമ്മയുടെ അടുത്ത ശിങ്കിടികളാണ് ഇവർ 2 പേരും. കത്തിരിക്കയും ഇത് കത്തിരിയാണോ വഴുതനയാണോ? റെഡ് ആണോ ഗ്രീൻ ആണോ? മുരിങ്ങയും 15 രൂപ തന്നെയായിരുന്നു. ഞങ്ങൾ 2-3 തൈകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒട്ടും സർവൈവ് ചെയ്യില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഒരു കുഴപ്പമില്ല, നന്നായിട്ട് വളരുന്നുണ്ട്. പുളിയല്ല വെച്ചേ, അഗസ്ത്യർ മുരിങ്ങ. ഓ, മറ്റേ പൂവ്. പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് അതാണോ? ആണോ? അമ്മക്ക് എങ്ങനെ അറിയാം ഇതൊക്കെ?
എന്തോ ക്രീപ്പർ? Alpinia creeper. ആൽപിനിയ ക്രീപ്പർ. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇത് വഴുതനയാണോ കത്തിരിയാണോ? ഈ ഒരു ചെടിയിൽ 2-3 കളർ അമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ചീത്തായി പോയി, മൊത്തം അഴുകിപ്പോയി എൻ്റെ താഴെ നിന്ന്. ഇത് വെള്ള നോക്ക്. അതുകൊണ്ട് കളറിലുണ്ടാവുക. ഇല്ല, ഇത് വെള്ള കളർ. മടിമുല്ല. ഇത് എത്ര രൂപ? 100 രൂപയ്ക്കൊക്കെ നേരത്തെ നല്ല വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മളെ. മടിമുല്ല എന്നാണ് ഇതിന്റെ പേര്. ചില ചെടികളൊക്കെ പുറത്താണ് റേറ്റ് കുറവ്. അമ്മ ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്ന ചെടി 1-2 എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതും സർവൈവ് ചെയ്തില്ല, അത് ചീത്തായി പോയി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണിച്ചു തരാൻ മാത്രമേ പറ്റുള്ളൂ. ഈ ചെടികളെ കുറിച്ച് അറിവും വിവരമുള്ളവരൊക്കെ ഇത് ഏതൊക്കെ ചെടിയാണെന്ന് കണ്ടുപിടിച്ചോളണം. മോൻകുട്ടൻ എപ്പോഴും മമ്മി പയ്യനാണ്. മമ്മി പയ്യൻ അമ്മയുടെ കൂടെ നടന്ന് ചെടി എടുത്ത് വയ്ക്കുന്നുണ്ട്. റബേക്ക പരാതി പറയാണ്. അമ്മയുടെ അമ്മ എടുത്ത ഫ്ലവേഴ്സൊക്കെ അവരെടുത്തിട്ട് പോയി. ഇങ്ങനെയാണ് കേട്ടോ ആ ചെടി ചെയ്യുന്നത്. അവർ ഇതിൻ്റെ ഇടയിൽ മുളയൊക്കെ വെച്ചിട്ട് എങ്ങനെയോ വളച്ച് തിരിച്ചൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെടിയുടെ സ്റ്റെമ്മിനെ അവർ ഓരോരോ ഡിസൈനിൽ ചെയ്ത് വെച്ചേക്കാണ്. ഇതൊരു ഡിസൈൻ, ഇതൊരു ഡിസൈൻ, ഇത് വേറൊരു ഡിസൈനാണ്. ഇതെനിക്ക് തോന്നുന്നു എന്തോ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി അവരിങ്ങനെ കെട്ടി വെച്ചേക്കാം. ഇത് സെയിം ചെടിയിൽ തന്നെ അവർ ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. ഈ ഒരു ചെടിയുടെ റേറ്റ് പറഞ്ഞത് 2 ലക്ഷം രൂപയാണ്. 2 lakh. അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് അവർ ഈ ഒരു ഷേപ്പിലൊക്കെ ഈ ചെടികളാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ അത്രയും റേറ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ചെടിക്കൊക്കെ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. അവൻ്റെ ആ ഒരു സ്റ്റെമ്മിൻ്റെ ഒക്കെ വണ്ണം കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് വർഷം പഴക്കമുള്ള ചെടികളാണെന്നുള്ളത്. നടന്ന് സത്യം പറഞ്ഞാൽ ടയേർഡായി. പിന്നെ ഞങ്ങൾ വന്നതും ഒരു 4-5 മണിയായപ്പോഴാണ്. 6 മണിയൊക്കെ ആകുമ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ അടയ്ക്കും. 6-7 മണിയാകുമ്പോൾ ഏകദേശം വെളിച്ചമൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ചെടി നമ്മളെ വീട്ടിലുണ്ട്. ഇങ്ങനെ കളർ നിൽക്കുന്നത് അത് വെയിലില്ലാത്തതുകൊണ്ട് 6 ക്ലോസ് ചെയ്യാം നമ്മൾ. ചെടികളൊക്കെ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. ഒരുപാട് ചെടികൾ നമ്മൾ എടുക്കുകയും ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ ഗാർഡനിങ്ങിന് ആവശ്യമായിട്ടുള്ള ചെടിച്ചട്ടികളും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇതിൻ്റെ മുകളിലോട്ടൊരു ഏരിയ ഉണ്ട്, അവിടെയാണ് റോസസ് ഉള്ളത്. ഒരുപാട് വെറൈറ്റി റോസസ് ഉണ്ട്. ആ ഏരിയ ഒക്കെ ക്ലോസ് ചെയ്തു, കാരണം നമ്മൾ ലേറ്റ് ആയിട്ടാണല്ലോ വന്നത്. അപ്പം അവിടെയൊക്കെ കാണാനുണ്ട്. കുറച്ചുകൂടെ നേരത്തെ വന്നാലേ നമുക്ക് അതൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ കുറച്ച് നേരത്തെ വരാൻ നോക്കണം. പിന്നെ അടുത്തുള്ളവർക്കൊക്കെ ഒരു ഈവനിങ് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ചെടികൾ എടുത്തില്ലെങ്കിൽ പോലും നമുക്ക് പിള്ളേർക്കൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഒരുപാട് ചെടികളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഞങ്ങളിങ്ങനെ ചെടികളൊക്കെ കണ്ടു നടന്ന് ലേറ്റായിപ്പോയി. നന്നായിട്ട് ഇരുട്ടിയതിന് ശേഷമാണ് മാവും പ്ലാവും ഒക്കെ വാങ്ങിച്ചത്. അപ്പോൾ ചെടികൾ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മൾ ഇത്രയും ചെടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ലാഭത്തിനാണ് നമുക്ക് ഈ ചെടികളൊക്കെ കിട്ടിയത്. ഓൾമോസ്റ്റ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ തന്നെയായിരുന്നു. ആ ചെറിയ പൂച്ചെടികൾ പോയിട്ട് ബാക്കിയെല്ലാം നമുക്ക് സർവൈവ് ചെയ്ത് കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ചെടികൾ നട്ടതിനെ കുറിച്ചും ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ് ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായല്ലോ, ചെടികളൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. താങ്ക് യു, ടാറ്റാ.